സാറ് കേരളത്തിന്റെ വർഷങ്ങളായുള്ള ഒരു സ്വപ്നമാണ് എയിംസ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇത്രയും വർഷമായിട്ട് അത് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുറന്നു പറഞ്ഞിട്ടുണ്ട് എയിംസിനെ കുറിച്ച്, കേരളത്തിൽ എയിംസ് വരുന്നതിനെ കുറിച്ച് തങ്ങളുടെ പരിഗണനയിൽ ഇല്ലെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സ്വപ്നം ഇങ്ങനെ നീണ്ടു പോകുമോ? ഇത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ, അന്ന് കേരളത്തിലെ UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. അന്ന് ആവശ്യപ്പെട്ടു കേരളത്തിനോട്, നിങ്ങൾ സ്ഥലം കാണിച്ചു തരൂ. ആർക്കും ഒരു മറുപടി പോലും ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. നോക്കണേ, 2014 ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കേരളത്തിനോട് 2-3 വട്ടം ചോദിച്ചതാണ്. ഇവർക്ക് യാതൊരു അനക്കവും ഇല്ലെന്നുള്ളതാണ്. സ്ഥലം ചൂണ്ടുകൾ തിരുവനന്തപുരത്ത് നിരവധി സ്ഥലങ്ങൾ പറയുകയുണ്ടായി. ഈ നെട്ടുകാലത്തേരിയൊക്കെ ആ സമയത്ത് പറഞ്ഞതാണ്. ഇവര് പലരും പല ഭാഗത്തു നിന്ന് ഈ ഇന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേന്ദ്രത്തെ ധരിപ്പിക്കണ്ടേ, അത് ചെയ്തിട്ടില്ല. പിന്നീട് അത് കഴിഞ്ഞു വന്ന് അവരിങ്ങോട്ട് ചോദിച്ചതിന് ശേഷം പിന്നീട് ഇവിടുന്ന് പിന്നെ അടുത്ത തവണ MP മാരിങ്ങനെ ഞങ്ങൾക്ക് എയിംസ് അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കിടന്ന് ബഹളമായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ബ്രിട്ടാസ് ആണ് ചോദിച്ചത്. അപ്പൊ ആരോഗ്യമന്ത്രി നദ്ദ മറുപടി നൽകി, ഇപ്പൊ തൽക്കാലം ഇല്ല എന്നുള്ള രീതിയിൽ. ഇനി എന്തിനാണെന്നറിയാമോ, അതിൽ വെച്ച് പിടിച്ചുകൊണ്ട് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് ഇവിടെ നിന്ന് 20 MP മാരുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് വ്യക്തതയോടുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവര്? ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. BJP MP ആയ സുരേഷ് ഗോപി പറയുന്നത് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കമാണ് കേരളത്തെ ഈ എയിംസുമായി ബന്ധപ്പെട്ട ഒരു തിരിച്ചടി ഉണ്ടാക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇത് CPM-ന് എന്താണെന്നറിയാമോ, ഇത് കൊണ്ടുപോകണം, ഇവിടെ കോഴിക്കോട് കിനാലൂരിലേക്ക് കൊണ്ടുപോകണം. ഇളമരം കരിയും ഒക്കെ ഇരിക്കുന്ന സമയത്ത് അതിനുവേണ്ടി ആകുന്ന ശ്രമിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഇത് കിനാലൂരിൽ കൊടുക്കത്തില്ല. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയിട്ടിരിക്കുന്നുണ്ട്, ജോർജ് കുര്യനും ഉണ്ട്. എന്തായാലും കോഴിക്കോട് ഭാഗത്തേക്ക് ഇവർ കൊണ്ടുപോകാൻ സമ്മതിക്കത്തുമില്ലെന്നുള്ളതാണ്. അതൊക്കെ കൊണ്ടുകൂടിയാണ് ഇപ്പൊ തൽക്കാലം ഇത് ചവിട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു രാജ്യസഭയിലേക്ക് പിന്നെ നമ്മുടെ ഒരു ഡബിൾ എയർഹി ഉണ്ടല്ലോ, നമ്മുടെ ജയശങ്കർ പറയുന്ന പോലെ ഡബിൾ എയർഹി പിന്നെ രാജ്യസഭയിലേക്ക് പോയാൽ പറഞ്ഞെന്നാണ്, ഞാൻ മോദിയെ ഉറപ്പിക്കും, മോദിയുടെ ഭരണത്തെ ഞാൻ സ്തംഭിപ്പിക്കുമെന്ന്. ഇയാൾ ആര്? പാർലമെന്റിൽ ഇംഗ്ലീഷ് സംസാരിച്ചത് പിന്നെ ലോകം മുഴുവന് കണ്ടതാണ്. ഇപ്പോഴും ഓർക്കുന്നില്ലേ ശ്രീത്ത്? അതിന് തൊട്ട് മുമ്പില് ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു MP ആണെന്ന് തോന്നുന്നു. പുള്ളി അവരല്പം ഒരു മയക്കത്തിലായിരുന്നു. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഈ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ കയറിയാലേ അങ്ങ് ഉറങ്ങിപ്പോവും പെട്ടെന്ന്. അല്പം മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരും. ഇദ്ദേഹത്തിന്റെ ഈ നമ്മുടെ ഇന്ത്യ ഈസ് എ ലാർജസ്റ്റ് കൺട്രി എന്നൊക്കെ അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ MP ഞെട്ടി എഴുന്നേക്കുന്ന ആ ഒരു ദൃശ്യവും അത് യൂട്യൂബ് കയറിയെ കാണാൻ പറ്റും. ആ മഹാനാണ് ഇപ്പൊ ഇവിടെ വന്ന് എന്താണ് ആഗോള പിന്നെ DYFIയുടെ ആഗോള നേതാവാണ് പോലും. പിന്നെ അവിടെ പോയി ഈ എയിംസിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് എന്തിനാ ഇവർക്ക് കേരളത്തിലെ പൊതുജന ആരോഗ്യം നോക്കാൻ കഴിയാത്തവന്മാരാണ് ഇവര്. എന്നിട്ട് പറയുന്നത് എന്താണ്, കോവിഡ് കാലത്ത് ഞങ്ങളങ്ങ് മറിച്ചു. കോവിഡ് കാലത്ത് ലോകം മുഴുവൻ കേരളത്തിലേക്കാണ് നോക്കിയിരുന്നത്, എങ്ങനെ കോവിഡിനെ കൈകാര്യം ചെയ്തത്. വലിയ സാംസ്കാരിക ആചാര്യനുണ്ടല്ലോ MA ബേബി പിന്നെ ഒരു ഇത് നടത്തിയില്ലേ, ഒരു പ്രസംഗം നടത്തിയപ്പോൾ കോവിഡ് അങ്ങ് തിരിച്ചുപോയി. എന്തുവാ പിന്നെ പെറ്റി ബുർഷ രാജ്യങ്ങളുടെ എന്നൊക്കെ പറഞ്ഞൊരു ഇപ്പോഴും ഉണ്ട്, അത് യൂട്യൂബിലുണ്ടത്. കോവിഡിനെതിരെ സംസാരിച്ച മഹാനാണ്. കോവിഡ് പേടിച്ചുപോയി. CPM-ലെ വലിയ താത്വിക ആചാര്യന്മാരിൽ ഒരാളാണ് MA ബേബിയും, മറ്റൊന്ന് P രാജീവും. EP ജയരാജൻ ഉണ്ടല്ലോ. EP ജയരാജൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയിൽ നിന്നും എത്തുന്ന. അല്ല, അത് EP ജയരാജൻ പറയുന്നത് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. പക്ഷെ മറ്റേതെന്താണ് പറയുന്നതെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മുടെ തേന്മാവിൻ കൊമ്പത്ത് കുതിരവട്ടം വെപ്പ് പറയത്തില്ല, താൻ ആരാണെന്ന് തനിക്കറിയത്തില്ലെങ്കിൽ അതുപോലെ തന്നെയാണ് MA ബേബിയുടെ സ്ഥിതിയും. അപ്പൊ ഈ പൊതുജന ആരോഗ്യത്തെ കേരളത്തിലെ
കേരളത്തിലെ പൊതുജനാരോഗ്യം നന്നാക്കേണ്ടത് ഇവിടുത്തെ ഉത്തരവാദിത്വമല്ലേ? വേണ്ട തരത്തില് ആശുപത്രികളിൽ മരുന്നില്ല, അത്യാഹിതത്തിൽ ചെല്ലുന്നവരെ വേണ്ട തരത്തിൽ സംരക്ഷിക്കുന്നില്ല എന്നൊക്കെയുള്ള വ്യാപക പരാതി ഉയരാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. വീണ ജോർജ് കേരളം കണ്ട ഏറ്റവും വലിയ പരാജയമാണ് ഈ ആരോഗ്യമന്ത്രി എന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ളവർക്ക് ഇവിടെ എയിംസ് ഒന്നും ചോദിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി 20 എംപിമാരും എന്തുകൊണ്ട് ഒന്നിച്ചു നിൽക്കുന്നില്ല? ഈ എളവര കരീം എന്ന് പറയുന്നത് അത് വേറൊരു റഹീമിന്റെ ചേട്ടനാണ്. അവിടെ പോയി ഇവർക്കെതിരെ ഭരണകൂട ഭീകരത, ഫാസിസം എന്ന് മാത്രമേ പറയത്തുള്ളൂ. എനിക്ക് തോന്നുന്നു അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമെന്നുണ്ടെങ്കിൽ അത് NK പ്രേമചന്ദ്രനെ. NK പ്രേമചന്ദ്രനും പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ, നരേന്ദ്രമോദി പാർലമെന്റ് വിട്ട് പോകത്തില്ല, അവിടെ ഇരിക്കും. അദ്ദേഹം അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട നല്ല രീതിയിൽ പാർലമെന്റേറിയന്മാരുടെ ലിസ്റ്റിലുള്ളതാണ്. 6 പേരെ വിളിച്ചതിൽ ഒരാൾ ഇദ്ദേഹമായിരുന്നു. നെഹ്റുവിന്റെ കാലത്ത് AKG പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു അവിടെ ഇരിക്കും, അത് കേൾക്കാനിരിക്കും. അങ്ങനെ പ്രതിപക്ഷത്തോട് ഒരു വലിയ ബഹുമാനം കാണിച്ചിട്ടുള്ളതാണ്. പ്രതിപക്ഷം തിരിച്ചും കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷം പിന്നെ കള നമ്മുടെ പപ്പു. അതിൽ ഒരു വേറിട്ട മുഖമാണ് പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം നന്നായി പഠിച്ചവതരിപ്പിക്കും. EPF എന്ന് പറയുന്ന ഒന്നുണ്ട്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. അതിന്റെ കാര്യത്തിന് വേണ്ടി കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളേ ഉള്ളൂ, NK പ്രേമചന്ദ്രൻ തന്നെ. റഹീമെന്ന് അത് വാതുറക്കുന്നത്, റഹീമിന് അറിയത്തില്ലല്ലോ എന്താന്ന് പോലും ആ സാധനം. റഹീമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്റിലൊക്കെ എന്തിനു വിട്ടിരിക്കുകയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇവർ 20 പേരും കൂടി ചേർന്ന് എന്തുകൊണ്ട് എയിംസിന് വേണ്ടി അവിടെ ഇരിക്കുന്നില്ല? ഈ ജയിപ്പിച്ചു വിട്ട ലോക്സഭയിൽ 20 പിന്നെ ഉണ്ടല്ലോ ബ്രിട്ടാസും. ബ്രിട്ടാസ് ഇടയ്ക്ക് നമ്മുടെ നിർമ്മലാ സീതാരാമന്റെ നേരെ കടിച്ചു കയറാൻ ചെന്നല്ലോ, നല്ലപോലെ കൊടുത്തിരുത്തിയില്ലേ സഭയിൽ. ബ്രിട്ടാസിന് പിന്നെ എന്താണെന്നറിയാമോ, ഒരല്പം ഇംഗ്ലീഷൊക്കെ അറിയാം, അതിന്റെ പേരിൽ. NK പ്രേമചന്ദ്രനൊന്നും മോശമൊന്നുമില്ല. നമ്മള് ഈ മികച്ച പാർലമെന്റേറിയന്മാരെന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളവര്. ഈ ഇന്നസെന്റ് ആണ് പിന്നെ എഴുന്നേറ്റ് നിന്ന് മലയാളത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പണ്ട് തിരുവനന്തപുരത്ത് ഒരു MP ഉണ്ടായിരുന്നു കേട്ടോ, A. ചാൾസ്, നിരവധി തവണ ജയിച്ചത്. അദ്ദേഹം മുണ്ടൊക്കെ കൊടുത്താണ് പാർലമെന്റിൽ പോയിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു തമാശ, ഇദ്ദേഹം പാർലമെന്റിൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇദ്ദേഹം പാർലമെന്റിൽ ഇടയ്ക്ക് എഴുന്നേക്കും. എന്തിനാണെന്നറിയാം? മുണ്ട് മുറുക്കി ഒന്ന് കൊടുക്കാൻ വേണ്ടി. അതിനാണ് എഴുന്നേക്കുന്നത്. ഇന്നസെന്റിന് അതും എഴുന്നേക്കണ്ടായിരുന്നു. ഇന്നസെന്റ് ഒക്കെ പിന്നെ പാൻസ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. പിന്നെ അദ്ദേഹം എഴുന്നേറ്റ് അങ്ങ് പ്രസംഗിച്ചു മലയാളത്തിൽ. പിന്നെ രാധാകൃഷ്ണനും മലയാളത്തിലാണല്ലോ പ്രസംഗിച്ചത്. ഇതൊക്കെ പരിഭാഷപ്പെടുത്തി പോകാൻ അന്നേരം തന്നെ സാധിക്കും. റഹീം തൻ്റെ ഇംഗ്ലീഷിലുള്ള അഗാധമായ പാണ്ഡിത്യം പ്രകടമാക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും കൂടി ഇത് സംയുക്തമായിട്ട് എന്തുകൊണ്ട് ഇവർ നീങ്ങുന്നില്ല എയിംസിന് വേണ്ടിയിട്ട്? കാരണം എയിംസ് കേരളത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് വേണമെന്നൊരു വിഭാഗവും സെൻട്രൽ ട്രാവൻകൂറിൽ വേണമെന്ന് അവിടെയും, തെക്ക് ഭാഗത്ത് ഈ ശശി തരൂരുണ്ടല്ലോ, ഒരു കാശിന് പ്രയോജനമില്ലാത്ത ഒരു MP ആണ് തിരുവനന്തപുരത്ത്. ഇത് ഇപ്പം ജയിച്ചു പോയിരിക്കുന്ന എത്രാമത്തെ തവണ? 4ാമത്തെ തവണ. ഒന്ന് ആലോചിക്കണേ, ഇത് പൂർത്തിയാകുമ്പോൾ തിരുവനന്തപുരത്തിന്റെ MP ആയിട്ടിരുന്നത് 20 വർഷമാണ്. 20 വർഷം തിരുവനന്തപുരത്തിന് എന്ത് മണ്ണാങ്കട്ട ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. ഒരാന ചന്തം പോലെ ഇങ്ങനെ വരും. അദ്ദേഹം വിജയിച്ചു പോകുന്ന BJP വരുന്നേ എന്ന് ഭയപ്പെടുത്തി. ഈ സെൻട്രൽ ട്രാവൻകൂറിലെ ഒരു ഉത്സവം എടുപ്പ് കുതിരയുണ്ട്, അറിയാം. അതൊരു വലിയ ചന്തമാണ്. ഒരു എടുപ്പ് കുതിര മാതിരി ഒരു വരവാണ്. ഈ ഒരു ഷോയൊക്കെ കാണിച്ച് ഒരു ഷോമാനാണ്. അല്ലാതെ പാർലമെന്റിൽ പോയി ഇന്നേ വരെ ഞാൻ ചോദിച്ചിട്ട് എയിംസ് തിരുവനന്തപുരത്ത് വേണം എന്ന് വായിച്ചു. തുടങ്ങിയ കാലത്ത് പറഞ്ഞത് എന്താണ്? തിരുവനന്തപുരത്തെ ഇരട്ട നഗരമാക്കുക, ഒന്ന് ബാഴ്സലോണ ആക്കുക. അന്ന് തിരുവനന്തപുരത്ത് മേയറായിരുന്ന ചന്ദ്രികയുമായിട്ട് ഇതിനു വേണ്ടി വലിയ കുസ്തിയൊക്കെ ആയിരുന്നു. അതൊക്കെ പൊളിഞ്ഞു പോയി. ഇപ്പൊ ബാഴ്സലോണ ഇപ്പൊ തിരുവനന്തപുരത്തെ കണ്ടുപിടിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഈ ഇവിടുന്ന് പോയിരിക്കുന്ന MP മാര് പ്രേമചന്ദ്രൻ ഒഴികെ ബാക്കിയെല്ലാം വേസ്റ്റ് ആയി തീർന്നിരിക്കും.